കൽപ്പനെ, ഇപ്പൊ ഇത് കാണേണ്ടി വന്നത് നിങ്ങളുടെ ഗതികേടാ. പക്ഷെ അതോടൊപ്പം അതൊരു സൂചനയാ. വരുണിനെയും രാധികയും ദ്രോഹിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളെ കാത്തിരിക്കുന്നതേ ഇത് തന്നെയായിരിക്കും. അത് മറക്കണ്ട. സർ, എന്റെ ബാഗിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവൻ തന്നെയായിരിക്കും. സർ, ഇവനെ പിടിച്ച് 2 ഇടി കൊടുക്ക്. ഇവൻ സത്യങ്ങളൊക്കെ പറയും. കൃത്യമായിട്ട് തെളിവുകളോടെ ഒരു കാര്യം പിടികൂടിയിട്ട് ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? ആ ഡയറക്ടറോടെ. സർ, ഞാനിവിടെ ഉണ്ട് സർ. സോറി, നിങ്ങളെ കുറച്ചു നേരം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ വരവ് വെറുതെ ആയില്ല. ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്താ സർ, ഞങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാനോ? അതിന് സാറത്തിനെ ഞൊട്ടും. ഒരു നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് ഇപ്പൊ കുരിശ് ഞങ്ങളുടെ തലയിലായോ? സർ, സർ വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിക്കല്ലേ. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാ. ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ലൈവ് പോയാലുണ്ടല്ലോ. നിർത്തടി. നിന്നെ പോലുള്ള സകല അവളുമാരുടെ അടവാ ഒരു സോഷ്യൽ മീഡിയ ലൈവ്. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? മയക്കുമരുന്ന് കച്ചവടം നടത്താൻ നീ പോലീസുകാരെ തന്നെ മറയാക്കുന്നോ? ഇനി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിങ്ങളുടെ മുഖം ഞാൻ പൊളിക്കും. ഇവരെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്ക്. വിലങ്ങ് വയ്ക്കവരെ. വേണ്ട. അയ്യോ സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അല്ല, വേണ്ട. എന്തിനാ വിലങ്ങ് വെക്കുന്നേ? ഞങ്ങൾ എന്താ ചെയ്തേ? അവിടെ ഇരിക്കെ. ഇതിന്റെ ക്ലൈമാക്സ് കൂടെ കാണണ്ടേ? സന്തോഷമായിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കാണാം. ചെറിയമ്മ ഏട്ടത്തിയും പറഞ്ഞപ്പോ ഇത്രയും ഞങ്ങള് പ്രതീക്ഷിച്ചില്ല. എന്തൊരു മഹാസംഭവ അല്ലേ വരുൺ? ആ മുത്തശ്ശി മോള് ഒത്തുചേർന്ന ഇതല്ല ഇതിനപ്പുറവും നടക്കും. ഞങ്ങളിവിടെ എന്താ ഈ കാണിക്കുന്നത് നിങ്ങള്? അല്ല, ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല. എനിക്കൊന്നും അറിയില്ല. എന്തിനാ കൽപ്പന അത് ഓഫ് ചെയ്തത്? ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കാണാമായിരുന്നല്ലോ. സുകുമാരിയമ്മയും പ്രിയങ്കയും കണിമംഗലത്തുകാരെക്കാൾ വലിയവരാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തി ഇതൊക്കെ കാണിച്ചത്? അമ്മേ, അത്ര ദേഷ്യത്തിലൊന്നും ചോദിക്കല്ലേ. പാവങ്ങൾ രണ്ടുപേരും പെട്ടു നിൽക്കുവല്ലേ. ഏട്ടത്തി, ചെറിയമ്മേ, അതെ, കുറച്ചു മുമ്പ് ഒരു ദിവസം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മുത്തശ്ശി പോലീസ് കൊണ്ടുപോയായിരുന്നു, വിലങ്ങൊക്കെ വെച്ച്. ഓർമ്മയുണ്ടോ? അതിന്റെ കാരണക്കാരെയാണ് ഇപ്പൊ എക്സൈസുകാർ കൊണ്ടുപോയത്. ലഹരിക്കടത്താണ് കേസ് എന്ന് പറഞ്ഞാ ആ പോയ രണ്ടുപേരെയും ഇനി നിങ്ങൾ കാണണമെങ്കിൽ ഒരുപാട് സൂര്യോദയങ്ങൾ കഴിയേണ്ടി വരും. എന്റെ അടുത്തൊന്നും പറയാത്തെ? അല്ല, സത്യത്തിൽ നിങ്ങളുടെ ആവശ്യം എന്താ? എന്നെക്കാളും വരുണിനെക്കാളും അമ്മയെക്കാളും മുത്തശ്ശിയെക്കാളും ഈ വീടിന് ഏറ്റവും പ്രിയപ്പെട്ടവര് പ്രിയങ്കയെ മുത്തശ്ശിയെന്ന് കാണിക്കാനാണോ? അല്ലെങ്കിൽ അവരുടെ ശക്തി കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താനായിരുന്നോ? അക്കാലം എല്ലാം കഴിഞ്ഞില്ലേ. ഇവരെ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഞാനിവിടെ ധൈര്യമായിട്ട് 2 കാലും ഉറപ്പിച്ചു നിൽക്കല്ലേ. കൽപ്പനെ, ഇപ്പൊ ഇത് കാണേണ്ടി വന്നത് നിങ്ങളുടെ ഗതികേടാ. പക്ഷെ അതോടൊപ്പം അതൊരു സൂചനയാ. വരുണിനെയും രാധികയും ദ്രോഹിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളെ കാത്തിരിക്കുന്നതേ ഇത് തന്നെയായിരിക്കും. അത് മറക്കണ്ട. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ അടുത്ത്. അല്ലെങ്കിൽ ഈ കാഴ്ച ഞങ്ങൾക്ക് മിസ്സായേനെ. ഈ പറഞ്ഞു കേൾക്കുന്നതിന് കാണുന്നതിന്റെ സുഖമില്ലല്ലോ. റിയലി താങ്ക്സ്. ഒരു കാര്യം ചെയ്യേ, 2 പേരും കൂടി ഇരുന്ന് സുകുമാരിയും പ്രിയങ്കയും രക്ഷിച്ചെടുക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോന്ന് ആലോചിക്കേ.
നിങ്ങൾ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വാ നമുക്ക് പോവാം വാ. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇവരെയൊക്കെ പേടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയോ? അവളെന്തോ മലമറിക്കലാണെന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ? പെട്ടെന്ന് കാശ് വരാൻ വേണ്ടി ചിലപ്പോ മുത്തശ്ശി മോളും കൂടെ ലഹരി കച്ചവടം തുടങ്ങി കാണും. ദേ അവരെ രണ്ടുപേരും പിടിച്ച നിലയ്ക്ക് അന്വേഷണം പറഞ്ഞ് ചിലപ്പോ പോലീസുകാർ ഇങ്ങോട്ട് വരും. ആ നേരത്തെ നിന്റെ ന്യായീകരണത്തിനൊന്നും നിക്കണ്ട. പോയവരങ്ങ് പോയി. അവര് ജയിലിൽ ചെന്ന് കിടക്കുവോ തൂക്കിക്കൊല്ലോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. നമ്മൾ ഇനി ഈ കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട. അല്ലെങ്കിലും ഞാനാ വഴിക്കൊന്നുമില്ല. ആ ഇനി അവള് വിളിച്ചാ ഞാൻ ഫോണും എടുക്കുന്നില്ല. യശോദേ മോളാ വാ, ഞാൻ സ്പീക്കറിലിടാം. ആ മോളെ. അച്ഛാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ മോളെ? മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് അമ്മേ, പക്ഷെ ഇവിടെ അല്ല. മുത്തശ്ശിയും പ്രിയങ്കയും എക്സൈസുകാർ അറസ്റ്റ് ചെയ്തു. അയ്യോ, എന്തിന്? ലഹരി മരുന്ന് സൂക്ഷിച്ചതിന്. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അതെ അച്ഛാ, ഞങ്ങളിവിടെ അതൊക്കെ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു. എന്താ ഉണ്ടായേ? അത് കമാൺ, ഈ ലൊക്കേഷനിലുള്ള എല്ലാ ബാഗുകളും പെട്ടെന്ന് പരിശോധിക്കണം. സാറേ, അങ്ങനെയാണെങ്കിലേ പ്രിയങ്ക മോളുടെ ബാഗ് തന്നെ ആദ്യം അങ്ങ് പരിശോധിച്ചു. അതെ സർ, എന്റെ ബാഗിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. ഏറ്റവും രസം എന്താണെന്നറിയോ? ഞങ്ങളെ വിളിച്ച് ഇതൊക്കെ കാണിക്കാൻ പ്രിയങ്ക തന്നെ ഏട്ടത്തിയെ ചുമതലപ്പെടുത്തിയത്. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, വേറെ ആർക്കോ വെച്ച കെണിയില് രണ്ടുപേരും കുടുങ്ങിപ്പോയതാ അല്ലേ ദേവേട്ടാ? വാസ്തവം എന്താണെന്നറിയാതെ ഇതിനെപ്പറ്റി ഇപ്പൊ എന്താ പറയാ? അച്ഛാ, അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യാനാ? മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പോയ അമ്മയും മോളെയും ന്യായീകരിക്കണോ? അതോ ജാമ്യം എടുത്ത് ക്ഷമിക്കണോ?